ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ടി വിയുടെ ഏരിയ, അത് സ്മാർട്ട് ടി വി അതുപോലെ തന്നെ ഗൂഗിൾ ടി വി ഒക്കെ വയ്ക്കുന്ന ഏരിയകളിൽ നമുക്ക് എങ്ങനെ നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാമെന്നും അത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ, അത് എങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെയാണെന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊരു സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ബാധിക്കാത്ത രീതിയിൽ, അതുപോലെ സി ഷേപ്പ് വരുന്ന രീതിയിലാണെങ്കിൽ സി ചാനലിൽ വരുന്ന രീതിയിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഏരിയയിൽ ടി വി വയ്ക്കുന്ന ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. എല്ലാം മൾട്ടിവുഡിൽ തന്നെ ചെയ്ത് ക്ലിയർ, ഈ ഗ്രൂ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. 54 ഇഞ്ച് ടി വി വരെ മാക്സിമം നമുക്ക് അതിന് മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു വാള് പോലെ, അതായത് ഭിത്തിക്കനം വരുന്ന രീതിയിൽ 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് വരാവുന്ന രീതിയിൽ തന്നെ ഭിത്തിക്കനം വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം ടി വി ഇരിക്കുന്ന ഏരിയ മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ ഒരു 3 ഇഞ്ച് കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ താഴെ കംപ്ലീറ്റ് ഡ്രോ കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിലൊരു പ്ലഗ് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ടി വിയുടെ ബാക്കിലേക്ക് മറിഞ്ഞിരിക്കും. ആ ടി വിയുടെ ബാക്കിലേക്ക് വരുന്ന ഏരിയകളിൽ തന്നെ കേബിളിന് ആവശ്യമായ HDMI കേബിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോടുകൂടി നമ്മൾ ഹോള് കൊടുക്കുന്നതാണ്. പിന്നെ സീലിംഗ്, റൂമിൻ്റെ സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്നും ഒരു ലൈറ്റ്സ് കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. 1 വാട്ടിൻ്റെ ലൈറ്റ് വരാവുന്ന രീതിയിൽ. ഓവർ വെളിച്ചമല്ല, ഓവർ വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നമ്മുടെ ടി വി വയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ടി വി യൂണിറ്റ് വന്നതിന് ശേഷം ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഡൈനിങ് ഏരിയയോ ലിവിങ് ഏരിയ ഒക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലും വർക്ക്, അതായത് ഫ്രണ്ടേജ് നമ്മൾ ടി വി യൂസ് ചെയ്യുന്നു, ബാക്ക് സൈഡും ഒരു ഷോ ലെവലിൽ തന്നെ ലൈറ്റുകളും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസോ അതല്ലെങ്കിൽ ഷോ വരുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് നമ്മുടേതായ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന അവിടെ ഓൾറെഡി ഒരു പ്ലാന്റ്, ചെടി കാര്യങ്ങളൊക്കെ വെച്ച് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് സി ടൈപ്പ് വരുന്ന ഏരിയകളിലൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ തന്നെ ബാക്ക് സൈഡിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാള്, അതായത് ഭിത്തി എന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് അത്രയും കനം കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോ കംപ്ലീറ്റ് കണ്ടോ, അതിൻ്റെ താഴെ കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടി വിയുടെ താഴെ വരുന്ന ഏരിയയാണ്, ഡ്രോകളാണ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് റിമോട്ടിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് കൂടി വരുന്നുണ്ട്. ആ ഗ്ലാസ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ഓഫ് ബോക്സ് കാര്യങ്ങൾ, ഇനി വൈഫൈയുടെ കണക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. വൈഫൈ നമുക്ക് കംപ്ലീറ്റ് കണക്ഷൻസ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊടുക്കാം. ഇനി അത് ക്യാമറ, CCTVയുടെ ക്യാമറ കൺട്രോളിങ് യൂണിറ്റ്, DVR യൂണിറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഡ്രോയുടെ അകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രോയുടെ അകത്ത് താഴെ എല്ലാം നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് കൂടാതെ തന്നെ അതിൻ്റെ മോണിറ്റർ ഔട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടിവിയുടെ ഔട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി വൈഫൈയുടെ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഡ്രോയുടെ അകത്ത് കൊടുക്കാം. അപ്പോൾ അതിനെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഏരിയയിലേക്ക് നമ്മുടെ എല്ലാ കേബിളിനുള്ള ഓപ്ഷൻസ് ആദ്യമേ ചെയ്യുക. ഈ ഡ്രോയുടെ അകത്ത് നമ്മൾ നേരത്തെ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഏരിയകളിൽ വൈഫൈയുടെ കണക്ഷൻസ്, കേബിളിൻ്റെ കണക്ഷൻസ്, CCTVയുടെ കണക്ഷൻസ്, അതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ആദ്യമേ തന്നെ പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ടിവിയുടെ ഏരിയനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.